എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിൽ ശ്രീ വിനു വി ജോൺ ആയിരുന്നു അവതാരകൻ. അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. ആ സമയത്ത് ശ്രീ എ റഹീം MP നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ച് നടത്തിയ പരാമർശത്തെക്കുറിച്ചും അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുന്ന ഒരേ ഒരു വാർത്താ ചാനലിനെ പറ്റി ഉണ്ടായിരുന്ന പരാമർശങ്ങളെയും പറ്റി ആങ്കർ ശ്രീ വിനു വി ജോൺ പറഞ്ഞു. ആ പറഞ്ഞിരുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞു. പല ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ മറുപടി അതിലുണ്ട്. നിങ്ങളെ എന്തുകൊണ്ടാണ് മലയാളത്തിലെ ചില ചാനലുകളിൽ കാണാത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി അതിലുണ്ട്. ശ്രീ വിനു തന്നെ പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. CPM ജയശങ്കറെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, ഈ ശ്രീജിത്ത് പണിക്കരെയും ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു ജയശങ്കറിനെ ഇനി ചർച്ചയ്ക്ക് വിളിക്കാൻ പാടില്ല, ശ്രീജിത്തിനെ ചർച്ചയ്ക്ക് വിളിക്കാൻ പാടില്ല, സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയുമ്പോൾ ആളുകളെ പുറത്താക്കുന്നില്ലെങ്കിൽ അതിന് വാർത്താ സമ്മേളനം നടത്തി പുലഭ്യം പറയുക, എന്നിട്ട് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുക. ഇടതുപക്ഷക്കാർ പലരും നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ സ്ഥാപനങ്ങളോടും ശ്രീ ജയശങ്കറേയും എന്നെയും ഒന്നും തന്നെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ തീട്ടൂരത്തിന് യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കാത്ത ചില മാധ്യമ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇന്നും ഞങ്ങളെ ചർച്ചകളിൽ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള ചാനലുകൾക്ക് നിശ്ചയമായും അവകാശപ്പെടാം നേരോടെ, നിർഭയം, നിരന്തരം എന്ന്. ഭയമുള്ള ആൾക്കാർ വിളിക്കേണ്ട, ഭയമുള്ള ആൾക്കാർ നമ്മളോടൊപ്പം ചർച്ചയിലും പങ്കെടുക്കേണ്ട. പക്ഷേ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുള്ള വേദിയും അവസരവും തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. തന്നെയുമല്ല, ഇത് ഇന്റർനെറ്റിന്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായം ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ വ്യക്തികളോ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സവാദം ഉന്നയിക്കുകയോ തടസ്സം നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വിലപ്പോവില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ഇത് എൻ്റെ ഇടതുപക്ഷ സുഹൃത്തുക്കൾക്ക് കൂടിയുള്ളതാണ്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ ചില ചാനലുകളിൽ കാണാത്തത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ്. നട്ടലുള്ള എഡിറ്റോറിയൽ ബോർഡുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാർ വിളിക്കുന്ന ചർച്ചകളിൽ തീർച്ചയായും പങ്കെടുക്കുകയും ചെയ്യും. ജയ് ഹിന്ദ്.